നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് കെ.സി. വേണുഗോപാൽ. പിണറായിയുടേത് സ്വന്തം തടി രക്ഷിക്കാനുള്ള ശ്രമം, തള്ളിപ്പറയുന്നത് രക്തസാക്ഷികളെ, നേതൃത്വം ചോദ്യം ചെയ്യുമെന്നും കെ.സി. വേണുഗോപാൽ. DGP നിയമനം ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, ചട്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാവുകയുള്ളൂവെന്ന് കെ രാഗേഷ്. വാക്കുകൾ മാധ്യമങ്ങൾ വക്രീകരിക്കുന്നു. വെടിവെപ്പ് ഗൂഢാലോചനയ്ക്ക് റാവഡയ്ക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞ കാര്യമെന്നും രാഗേഷ്. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപാകതയില്ലാതെ നടപ്പിലാക്കണം. ആവശ്യമുന്നയിച്ച് ധർണ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടിയുടൻ ആരംഭിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെന്ന് കെ.സി. വേണുഗോപാൽ. കേന്ദ്ര സർക്കാരുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായുള്ള നിയമനം സ്വന്തം തടി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പിണറായിയുടെ നിലപാടുകൾ സ്വന്തം അണികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനമുള്ളത് CPM-ൽ? സ്വന്തം തടി എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത്. എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ജവദാ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല. അദ്ദേഹം എന്ത് ചെയ്തത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് CPM അണികളെ, ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന, രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കണ്ണൂരിൽ കുട്ടിയുടെ കളിപ്പാട്ടത്തിനടിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കണ്ണൂർ ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിനുള്ളിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വീട്ടിലെ കുട്ടിയുടെ ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവെമ്പാല ഉണ്ടായിരുന്നത്. സർപ്പ വോളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരിയാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ചലഞ്ചിൽ ഒരുക്കിയത് 1,00,000 ബിരിയാണി പാക്കറ്റുകൾ. കണ്ണൂർ CH സെന്റർ ബിരിയാണി ചാലഞ്ച് ചരിത്ര സംഭവമായി മാറി. കാരുണ്യ സേവന രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി നടത്തിയ ചലഞ്ചിലാണ് ഇത്രയധികം ബിരിയാണികൾ ഒരുക്കിയത്. സെന്ററിന് പുതിയ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്താനായിട്ടാണ് ഇത്തവണ ബിരിയാണി ചാലഞ്ച് നടത്തിയത്. കണ്ണൂർ CH സെന്ററിന്റെ ബിരിയാണി ചാലഞ്ച് പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ബിരിയാണി ചാലഞ്ചിന്റെ ഉദ്ദേശം നമ്മുടെ സ്വന്തമായി എടുത്ത സ്ഥലത്ത് പുതിയ ഹോസ്പിറ്റാലിറ്റി തുടങ്ങുക എന്നതാണ്. ന്യൂറോ ബ്രെയിൻ ഫിസിയോതെറാപ്പി ന്യൂറോ സെൻറ്റർ തുടങ്ങുക എന്നതാണ് CH സെന്ററിൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് നമ്മളിപ്പോൾ അവിടെ ആരംഭിക്കാൻ പോകുന്നത്. കണ്ണൂർ CH സെന്റർ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ആയിക്കരയിലെ തൌഫീഖ് ബിൽഡിംഗിന്റെ തൊട്ടടുത്ത് വില കൊടുത്തു വാങ്ങിയ 20 സെന്റ് സ്ഥലത്താണ് കഴിഞ്ഞ ജനുവരി 18-ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ഇതേ ദിവസം തന്നെ അഹമ്മദ് മെമ്മോറിയൽ IP ബ്ലോക്കും PTH ഫോം കെയർ, മയ്യത്ത് പരിപാലനം, ആംബുലൻസ് സർവീസ്, മെഡിക്കൽ ലാബ്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സൌജന്യ രാത്രി ഭക്ഷണം തുടങ്ങിയ സംരംഭങ്ങളും നടന്നുവന്നത്. പുതിയ കെട്ടിടം പ്രാവർത്തികമാകുന്നതോടെ ഡയാലിസിസ് സെന്റർ, സ്ട്രോക്ക് രോഗികൾക്കുള്ള പരിചരണം, ഭിന്നശേഷി കുട്ടികളുടെ സംരക്ഷണം, ക്യാൻസർ രോഗികൾക്കുള്ള പാലിയേറ്റീവ് കേന്ദ്രം, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, ഓഡിറ്റോറിയം എന്നിവയും സജ്ജമാകും. 2022 മുതൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള കണ്ണൂർ CH സെന്റർ നിരവധി രോഗികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രമായി ഇന്ന് മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും രോഗികൾക്ക് ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇവിടെ നടന്നുവരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ട കിടപ്പിലായിട്ടുള്ള രോഗികൾ, മരണത്തെ മുഖാമുഖം കാണുന്ന, അതുപോലെ ചികിത്സ ഇനിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്ന രോഗികൾ, അവരെ പരിചരിക്കാനുള്ള IP പാലിയേറ്റീവ് ബ്ലോക്കും, അതുപോലെ പുതുതായി ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഡയാലിസിസ് സെന്റർ, കിടപ്പ് രോഗികളുടെ ഈ ന്യൂറോ രോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി, ഭിന്നശേഷി കുട്ടികളുടെ പരിചരണം തുടങ്ങിയ നിരവധി ചികിത്സാ സംവിധാനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കണ്ണൂർ ചേലോറ, എളയാവൂർ, മുണ്ടേരി, പുഴാതി, പള്ളിക്കുന്ന് മേഖലകളിലുള്ളവരും
വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായി. 200-ലേറെ സ്ത്രീ പുരുഷ വളണ്ടിയർമാരും മുസ്ലിം ലീഗ് പോഷക സംഘടനാ പ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കിയത്. സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂറാണ് ഇന്നലെ രാത്രി ആദ്യ ബിരിയാണി ചെമ്പിന് തീ കൂട്ടിയത്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഹദുള്ള, മേയർ മുസ്ലിം മഠത്തിൽ TA തങ്ങൾ, MP മുഹമ്മദ് അലി, BK അഹമ്മദ്, ഫാറൂഖ് വട്ടപ്പൊയിൽ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് ചെയർമാൻ KP താഹിർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ C സമീർ സ്വാഗതവും ട്രഷറർ K സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു. CH സെന്റർ ഭാരവാഹികളായ C ഏറമുള്ളാൻ, PC അഹമ്മദ് കുട്ടി, T ഹംസ, അഷ്റഫ് ബംഗാളി മുഹല്ല, P ഷമീമ ടീച്ചർ, PT അബ്ദുൽ ഖാദർ, TK നൌഷാദ്, റിയാസ് മുണ്ടേരി, PC അമീനുള്ള, കോളേക്കര മുസ്തഫ, അൽതാഫ് മാങ്ങാടൻ, റസാഖ് അൽ വാസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. കാർഷിക വികസന വകുപ്പ് ചെമ്പിലോട് കൃഷിഭവന്റെയും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് C പ്രസീത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പദ്ധതികൾ വെക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷിയിലേക്ക് കുറേ ആളുകൾ പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമുക്കറിയാം, കാലാവസ്ഥക്ക് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് ഏത് സമയത്താണ് കൃത്യമായി കൃഷിയിലേക്ക് വിത്തിടേണ്ടത് എന്നതിനെ കുറിച്ചൊരു ആശങ്ക പോലെയാണ്. കാരണം നമുക്കറിയാം, പ്രകൃതിക്ഷോഭങ്ങളും മറ്റും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യുമ്പോൾ വളരെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ നമ്മൾ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നെൽകൃഷിക്ക് കൂലിച്ചെലവ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ കൃഷിക്കാർക്ക് കുറച്ചുകൂടി ആ ഒരു രംഗത്തേക്ക് ഉൽപാദന വർധനവ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കുറെ ആളുകൾ കൃഷിയിലേക്ക് വരാനും തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷക ഗ്രൂപ്പുകളെല്ലാം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രതീശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രുതി ലക്ഷ്മി PG, വാർഡ് മെമ്പർമാർ, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി സംബന്ധിച്ച് ജില്ലാ കോർഡിനേറ്റർ വിഷ്ണു ക്ലാസ് എടുത്തു. വിവിധയിനം നടീൽ വസ്തുക്കൾ, കീടനിയന്ത്രണ ഉപാധികൾ, വളങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി നടന്നു. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. പിണറായിയുടേത് സ്വന്തം തടി രക്ഷിക്കാനുള്ള ശ്രമം, തള്ളിപ്പറയുന്നത് രക്തസാക്ഷികളെ, നേതൃത്വം ചോദ്യം ചെയ്യുമെന്നും KC വേണുഗോപാൽ. DGP നിയമനം ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, ചട്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാവുകയുള്ളൂവെന്ന് KK രാഗേഷ്. വാക്കുകൾ മാധ്യമങ്ങൾ വക്രീകരിക്കുന്നു. വെടിവെപ്പ് ഗൂഢാലോചനയ്ക്ക് റാവഡയ്ക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞ കാര്യമെന്നും രാഗേഷ്. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപാകതയില്ലാതെ നടപ്പിലാക്കണം. ആവശ്യമുന്നയിച്ച് ധർണ സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടിയുടൻ ആരംഭിക്കണമെന്നും ആവശ്യം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. DGP നിയമനം സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ചട്ടപ്രകാരമാണ് നിയമനം. വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാകും സർക്കാർ തീരുമാനം. നാടിനെക്കുറിച്ച് അറിയാതെയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ റവട ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ എത്തിയത്. പുതിയതായി ASP ആയി ചുമതലയേറ്റതേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കൂത്തുപറമ്പ് വെടിവെപ്പ് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് KK രാഗേഷ് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന് മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല DGP നിയമനം. ചട്ടപ്രകാരം 10-30 വർഷക്കാലം സർവീസുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക UPSCക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. ആ പട്ടികയിൽ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ പേര് വെട്ടി 3 പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ച് നൽകിയിട്ടുള്ളത്. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. നവംബർ 23-ാം തീയതിയാണ് അദ്ദേഹം കൂത്തുപറമ്പ് തലശ്ശേരി ASP ആയിട്ട് ചുമതലയേൽക്കുന്നത്. അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് K. പത്മനാഭൻ നായർ കമ്മീഷനാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു സൂചന മാത്രമാണ്. വരാനിരിക്കുന്ന നാളുകളിലെ സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ചെറിയ തുടക്കം. ഈ മേഖലയിലെ സമര കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തുടക്കമാണ്. നമ്പർ 1 കേരളം എന്ന് മുഖ്യമന്ത്രി വീമ്പ് പറയുകയാണെന്നും യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരുമ്പോൾ മുഖം ചുളിച്ചിട്ട് കാര്യമില്ലെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. കേരളത്തിലെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സ്വകാര്യ ലോബിയാണെന്നും ഇക്കാര്യം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ. AKG ഹോസ്പിറ്റലിൽ ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു. ഓർത്തോപീഡിക് വിഭാഗത്തിലെ പ്രബന്ധ അവതരണത്തിൽ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും ലഭിച്ച ഡോക്ടർ ശ്രീഹരി ശ്രീധരനെ ചടങ്ങിൽ ആദരിച്ചു. സംഘം പ്രസിഡന്റ് P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. പഴയ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും വിദ്യാഭ്യാസ വിചക്ഷണനും മികച്ച രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള VC റോയിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു ദിനാചരണം നടത്താൻ വേണ്ടി
സംഘം വൈസ് പ്രസിഡന്റ് മോഹനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ഓർത്തോ ഡോക്ടർ ശ്രീഹരി ശ്രീധരനെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. ചടങ്ങിൽ ഡയറക്ടർമാരായ ലീല, അനിൽകുമാർ, ഡോക്ടർ മുരളീകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ സ്വാഗതം പറഞ്ഞു. സ്ഥലമെടുത്തു കൊടുത്തു, സ്കൂൾ എടുത്തു കൊടുത്തു, കൂടുതൽ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളർത്തി ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് കൊടുത്തത്. അല്ലാതെ അവരെങ്ങനെ കഴുത്ത് പിടിച്ച് പുറത്തോട്ടേക്കല്ല പോയത്. അങ്ങനെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ ആ ദീർഘവീക്ഷണയും സുതാര്യതയും കാര്യങ്ങളിലുള്ള പാകതയും പക്വതയും, അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെയും ഡോക്ടർമാരെയും ചേർത്ത് നിർത്തുന്നതിലുള്ളതായ അവരുടെ ആ ഒരു പരിഗണനയും ഒക്കെ കൂടി കൂട്ടായി ചേരുമ്പോഴാണല്ലോ നമുക്ക് വികസനവും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഇൻഡോ ജർമ്മൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷൻ ചെന്നൈയിൽ വെച്ച് നടത്തിയ പരിപാടിയിലാണ് ഡോക്ടർ ശ്രീഹരി ശ്രീധർ നേട്ടം കൈവരിച്ചത്. ഷോൾഡർ കാൽമുട്ട് ത്രിദിന കോൺഫറൻസിൽ ഷോൾഡർ കീഹോൾ സർജറി, കാൽമുട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ചികിത്സാ രീതികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രബന്ധ അവതരണത്തിൽ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും സർട്ടിഫിക്കേഷനുമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. AKG ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് സർജറി വിഭാഗത്തിലാണ് ഡോക്ടർ ശ്രീഹരി ശ്രീധർ. സിറ്റി ന്യൂസ്, കണ്ണൂർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N. കൃഷ്ണകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു കാര്യം പോലും നടപ്പാക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ ആവശ്യങ്ങൾക്കെതിരെ അവഗണന തുടർന്നുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മെഡിസെപ്പിന്റെ കാര്യമാണെങ്കിൽ ശരി, മെഡിസെപ്പ് ഓപ്ഷൻ പോലും നൽകാതെ ഒരു വീട്ടിൽ 2 അംഗങ്ങളുണ്ട്, 2 ജീവനക്കാരുണ്ടെങ്കിൽ, 2 പെൻഷൻകാരുണ്ടെങ്കിൽ അവരുടെ പെൻഷനിൽ നിന്നും ശമ്പളത്തിൽ നിന്നും 500 രൂപ 2 വ്യക്തികളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ മെഡിസെപ്പ് നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ പോലും നമുക്ക് നൽകിയിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് ബീന കൊരട്ടി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ നേതാക്കളായ റോയ് ജോസഫ്, TS പ്രദീപ്, സിജു P. തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വി. രാധാകൃഷ്ണൻ, KK ആദർശ്, ഡെന്നി തോട്ടപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ കരിദിനം ആചരിച്ചു. പ്രതിഷേധ പരിപാടി KSSPA ജില്ലാ സെക്രട്ടറി P. സുഗദേവൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി 5 വർഷം കൂടുമ്പോൾ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കണമെന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി 65 മുതൽ നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലായിരുന്ന പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും പിണറായി വിജയൻ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുന്നു. ഇതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഈ കേരളക്കരയിലെ എല്ലാ ട്രഷറികൾക്കും മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുക, കുടിശ്ശികയായുള്ള 6 ഗഡു DR ഉടൻ അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് PTP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി KV പ്രേമരാജൻ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ MV നാരായണൻ നന്ദിയും പറഞ്ഞു. നേതാക്കളായ P. കൃഷ്ണൻ, E. വിജയൻ, P. ഗോവിന്ദൻ, PJ മാത്യു, DL ജേക്കബ്, K. മധു, VV ജോസഫ്, PM മാത്യു, കുഞ്ഞമ്മ തോമസ്, RK ഗംഗാധരൻ, OV ശോഭന, MK കാഞ്ചനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള NGO സംഘ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചു. കേരള NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് J. മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമകൃഷ്ണ ധർമ്മസംസ്ഥയുടെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദന്റെ യാത്ര കൊണ്ടും ശ്രീ ശങ്കരാചാര്യരുടെയും തത്തമ്പി സ്വാമികളുടെയും മന്നത്ത് പത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും ശങ്കരാചാര്യരുടെയും ഗുരു പരമ്പരകളിൽപ്പെട്ടവരുടെയും അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദന്റെയും യാത്ര കൊണ്ട് പരിപാലനമായ സമ്പന്നമായ ഈ കേരള ഭൂമിയെ ഈ മാർക്സിയൻ തത്വസംഹിതയ്ക്ക് അടിയറ വെച്ചുകൊണ്ട് തകർക്കുവാൻ ആധ്യാത്മികതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടും ഭൗതികതയിൽ വിശ്വസിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന കേരള NGO സംഘിന്റെ ആശയവും അഭിലാഷവുമായിരിക്കുന്ന ദേശീയത. 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് RK പ്രമോദ് അധ്യക്ഷത വഹിച്ചു. M. നാരായണൻ, PK ജയപ്രകാശ്, P. സുനിൽകുമാർ, NV മോഹനൻ, KM ഗ്രീഷ്മ, KK സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുറ്റിക്കകം LP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും അമ്മമാർക്ക് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകത്തിന്റെ പരിചയവും സാംസ്കാരിക പ്രവർത്തകൻ രാജീവൻ എടച്ചൊവ്വ നിർവഹിച്ചു. ഇത് കാണാൻ വേണ്ടി പറ്റില്ല. അമ്മയെ ആക്രമിക്കുന്നത് ഈ കുഞ്ഞിന് സഹിക്കില്ല. അതുകൊണ്ട് കുഞ്ഞ് മറ്റ് പീഡകോലാളികളോ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെയാണ് അദ്ദേഹം ആ കുഞ്ഞ് മാറി നിൽക്കുക. പിന്നീട് ഒരു 10-14 വയസ്സായപ്പോൾ കുഞ്ഞ് വീട്ടിലുള്ളപ്പോൾ ഇതേപോലെ അച്ഛൻ നിന്ന് ഒരു ദിവസം ആക്രമിക്കുന്നു.
അപ്പൊ ഈ മകനെ കണ്ടപ്പോ അക്രമം തിരിഞ്ഞ് മകന്റെ നേരെയാവും. അവന്റെ നേരെ അടിക്കാൻ നോക്കിയപ്പോ തൊട്ടടുത്തുള്ള ഒരു വലിയ ചുറ്റിക എടുത്തുകൊണ്ട് 14 വയസ്സുള്ള ഈ പവൻ മദർ പി ടി എ പ്രസിഡന്റ് സി സജിന അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് പി കെ ലീന, ജനു ആയിച്ചാങ്കണ്ടി, കെ റാഷിദ, പി സി ഷർഫീന എന്നിവർ സംസാരിച്ചു. വായനാ ക്വിസ് മത്സര വിജയികളായ വൈഗ സുധീഷ്, ശബരിനാഥ്, മുഹമ്മദ് അഫ്നാൻ എന്നിവർക്ക് സമ്മാനവും നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. കീഴുന്ന സൗത്ത് യു പി സ്കൂളിലെ മെഹ്ഫിൻ ഉറുദു ക്ലബ്ബിലെ കുട്ടികളുടെ മാസികയായ നശേമൻ പ്രകാശനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് നശേമൻ നാടിന് സമർപ്പിച്ചത്. കുട്ടികളിലെ വായനയും എഴുത്തും പരിപോഷിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. രാകേഷ് ശർമ്മയുമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി സംസാരിച്ചു. അപ്പൊ ചോദിച്ചു, ഹവായോ രാകേഷ്? എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഈ രാജ്യം എന്റേതാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് ബഹിരാകാശ നിലയത്തിലിരുന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയോട് ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചതുപോലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ, ചിത്രങ്ങൾ, കുട്ടികളുടെ ഭാഷാ സൃഷ്ടികൾ, വിവിധ മത്സര പരീക്ഷകളുടെ മാതൃകാ ചോദ്യങ്ങൾ തുടങ്ങിയവ നശേമൻ മാസികയിലൂടെ വെളിച്ചം കണ്ടു. ജൂൺ മാസം മുതൽ മാർച്ച് വരെയായി 10 ലക്കങ്ങളായാണ് പുറത്തിറങ്ങുക. മാസികയ്ക്ക് നൽകാൻ ഉറുദു പേര് നിർദ്ദേശിക്കുന്നതിന് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ ആഴ്ച അവസരം നൽകിയിരുന്നു. വ്യത്യസ്ത ജില്ലകളിൽ നിന്നായി 116 പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. നശേമൻ എന്ന പേര് നിർദ്ദേശിച്ച വെള്ളോറ AUP സ്കൂളിലെ ദീപ്തി മുസ്തഫ, മണ്ണാർക്കാട് ഇരണാവി UP സ്കൂളിലെ ജാഫർ VK, കണ്ണാടിപ്പറമ്പ് സ്വദേശി അഹമ്മദ് റാസി എന്നിവർക്ക് സമ്മാനം ലഭിക്കും. ചടങ്ങിൽ മദർ PTA പ്രസിഡന്റ് V പുഷ്പജ അധ്യക്ഷയായി. എടക്കാട് സോണൽ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ജനു ആയിച്ചാങ്കണ്ടി, ഗ്രന്ഥകാരനും കിഴുന്നയിലെ സമന്വയ വായനശാലയിലെ പ്രസിഡന്റുമായ രവീന്ദ്രൻ കിഴുന്ന, CVK റാഷിദ്, K സുദിന, അനക, അനിൽകുമാർ, വിപിന, വേണു, ഷിഗ TV എന്നിവർ സംസാരിച്ചു. കോട്ടയിൽ സത്യബാബുവിനെ അനുസ്മരിച്ചു. കുറ്റിക്കകം സൗത്ത് LP സ്കൂളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ഡോക്ടർ A വത്സലൻ ഉദ്ഘാടനം ചെയ്തു. അതൊരു പക്ഷേ ബാബുവിൻ്റെ ജ്യേഷ്ഠൻ നാണോട്ടൻ, അദ്ദേഹം ഒരു കർഷക തൊഴിലാളിയായി ജീവിച്ചുകൊണ്ട് ലഭ്യമാകാവുന്ന പുസ്തകങ്ങളൊക്കെ കിഴുന്ന ആശാൻ സ്മാരക വായനശാലയിലെ പുസ്തകങ്ങൾ പോലും സംഘടിപ്പിച്ച് വായിച്ചിരുന്നു നാടോട്ടൻ. അദ്ദേഹത്തിൻ്റെ കേരളീയുള്ള വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. നാടോട്ടനും അദ്ദേഹത്തിൻ്റെ അനിയൻ ചന്ദ്രേട്ടനും, രാമേന്ദ്രൻ കോട്ടയിൽ ചന്ദ്രേട്ടനും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ വായനാശീലം വളരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നന്നായി വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സംഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ബാബുണ്ടായി. കയർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയും കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗവും കുറ്റിക്കകം മുനമ്പ് EMS സ്മാരക വായനശാല പ്രസിഡന്റുമായിരുന്നു. മുൻ പഞ്ചായത്ത് അംഗം CR രാഘവൻ അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി K പ്രദീപൻ, ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ജനു ആയിച്ചാങ്കണ്ടി, പുരോഗമന കലാസാഹിതി സംഘം ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ കിഴുന്ന, CR പ്രദീപൻ, K പവിത്രൻ, M ഉല്ലാസൻ, ജസീൽ കുറ്റിക്കകം, O രമേശൻ, കുറ്റിക്കകം സൗത്ത് LP സ്കൂൾ മാനേജർ TC പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. PP പ്രജുൽ സ്വാഗതവും K ശ്രീജ നന്ദിയും പറഞ്ഞു. കുറുവ ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രദേശത്തെ SSLC, +2, USS, LSS ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കുറുവ UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ രാജീവൻ ഇടച്ചുവ ഉദ്ഘാടനം ചെയ്തു. ഈ ഉപഹാരം നൽകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെനിക്ക് അങ്ങോട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ പഠിച്ച് വളരെ ഉന്നത സ്ഥാനങ്ങളിലെത്തി നല്ല ഉയർന്ന ജോലിയൊക്കെ കരസ്ഥമാക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ഇന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവരും, ഒരുപാട് കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളുണ്ട്. അപ്പൊ നമ്മുടെ ഈ കുട്ടികളെല്ലാവരും നമ്മൾ കുട്ടികളെല്ലാവരും ഇപ്പോൾ പഠിക്കാനൊരു മനസ്സ് മാത്രമേ നമുക്ക് എല്ലാവർക്കും വേണ്ടൂ. ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും നമുക്കുണ്ട്. നിജിൽ, സന്തൂബ് എന്നിവരുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരങ്ങൾ KV ഷാജു വിതരണം ചെയ്തു. EK സിറാജ്, പ്രകാശൻ കോറോത്ത്, K അജിത് കുമാർ, ദീപ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ, വെള്ളി 120 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. പിണറായിയുടേത് സ്വന്തം തടി രക്ഷിക്കാനുള്ള ശ്രമം, തള്ളിപ്പറയുന്നത് രക്തസാക്ഷികളെ, നേതൃത്വം ചോദ്യം ചെയ്യുമെന്നും KC വേണുഗോപാൽ. DGP നിയമനം ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, ചട്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാവുകയുള്ളൂവെന്ന് KK രാഗേഷ്. വാക്കുകൾ മാധ്യമങ്ങൾ വക്രീകരിക്കുന്നു. വെടിവെപ്പ് ഗൂഢാലോചനയ്ക്ക് റാവഡയ്ക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞ കാര്യമെന്നും രാഗേഷ്. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപാകതയില്ലാതെ നടപ്പിലാക്കണം. ആവശ്യമുന്നയിച്ച് ധർണ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടിയുടൻ ആരംഭിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.